അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഫ്രം സ്ക്രാച്ച് ടു വൺ ഓഫ് ദി ബെസ്റ്റ് ഫാക്കൽറ്റി ഇൻ കേരള, ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളെ സ്റ്റുഡൻസ് അവർ നിങ്ങളെ മെൻറ്റേഴ്സായി കാണുമ്പോൾ സ്റ്റുഡൻസിന് എന്താണ് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് ഈ CMA USA എന്ന കോഴ്സിനെ പറ്റി? ഇപ്പോൾ കുട്ടികൾ പല രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ട് വരാറുണ്ട്. ചിലപ്പോൾ ഫാക്കൾട്ടീനെ കണ്ടിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആരിൽ നിന്നേലും മോട്ടിവേറ്റഡ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് നല്ല കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിൽ. അപ്പോൾ നന്നായിട്ട് ലേൺ ചെയ്ത് പഠിച്ച് അത് ത്രൂ നമുക്ക് ഷൈൻ ചെയ്യാന്നുള്ള ഒരു ടാർഗറ്റ് വെക്കുക. അല്ലാതെ ചുമ്മാ ഒരു എന്താ പറയുക, നമ്മൾ എപ്പോഴേലും ഒരു നൈറ്റ് തോന്നിയ ഒരു തോട്ടിൻ്റെ പുറത്ത് വന്ന് ഇതിൽ എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സിൽ വന്ന് പെടരുത്. ഡിസിഷൻ എടുക്കുമ്പോൾ കറക്റ്റ് നമ്മൾ അതിൻ്റെ എന്താണോ നമ്മൾ പഠിക്കുന്നത് അത് തന്നെ നമുക്ക് ഭാവിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഡിസിഷനോടുകൂടി വരിക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ്, ഇപ്പോൾ ഞാനിപ്പോൾ തീരുമാനം എടുത്തപ്പോൾ എനിക്ക് ആദ്യം നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, സത്യം തന്നെയാണ്. പക്ഷേ പിന്നീട് അതിന് വേണ്ടിയിട്ട് 100% ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ എന്താ പറയുക CMA എന്നുള്ളത് എളുപ്പത്തിൽ വന്നൊരു സാധനമായി എനിക്ക് ഫീൽ ചെയ്തു. ഓഫ് കോഴ്സ് ഇതിൻ്റെ പിന്നിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്യുക, നമ്മളൊന്ന് ഡിറ്റർമൈൻഡ് ആയിട്ട് ഇരുന്ന് ഇതിനെ കിട്ടും. അപ്പോൾ എനിക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാണ്, സ്റ്റുഡൻസ് ചുമ്മാ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വരരുത്, നല്ല പോലെ പഠിക്കാനുണ്ട്, വൃത്തിയിൽ പ്രിപ്പയർ ചെയ്യാനുണ്ട്, ആ ഒരു മൈൻഡ് സെറ്റിൽ വരാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് ഏജ് ഗ്രൂപ്പ് ബേസ് ആണോ, അല്ലെങ്കിൽ അതായത് +2 ഡിഗ്രി ബേസ്, വാട്ട് കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് നിങ്ങളിപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത്? ഇപ്പോൾ എന്താണ് നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന IMA തന്നെ പറയുന്നത് ആഫ്റ്റർ +2 എന്നാണ്. അതിൽ ഇങ്ങനെയില്ല കൊമേഴ്സ്, നോൺ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെയൊന്നുമില്ല. ആഫ്റ്റർ +2 എന്ന് പറയുമ്പോൾ അത് ഏത് +2 തന്നെ ഇപ്പോൾ സയൻസ് ഉണ്ട്, നമ്മൾക്കറിയാലോ, നമ്മുടെ നാട്ടിൽ കൊമേഴ്സ് ഉണ്ട്, അതാണ് ബേസിക് ക്രൈറ്റീരിയ. പിന്നെ അപ്പോൾ ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ഓൺവേർഡ്സ് നമുക്ക് CMAക്ക് എൻറോൾ ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഗ്രാജുവലി ഡിഗ്രി വേണമെന്നേ ഉള്ളൂ. അവിടെ എന്തില്ല, കൊമേഴ്സ് സ്റ്റുഡൻസിനെ പറ്റും എന്നുള്ളൊരു സംഭവമില്ല. പിന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് അവരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞാൽ ആരാണെങ്കിലും അവിടെ ഏജ് ലിമിറ്റ് ഇല്ല. ഇപ്പോൾ PSC ഒക്കെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാൻ കഴിയില്ല. ഇതിന് ആ പ്രശ്നമില്ല.